ഓക്കെ, ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫേസ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഞാനൊരു യൂട്യൂബ് ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കി എല്ലാവരും ഫേസ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അത് അറിഞ്ഞിരുന്നാലേ ഇനി മുമ്പോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങളത് നോക്കിയിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നോക്കി ഫേസ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഡെഫിനേഷൻസും കുറച്ച് പ്രോബ്ലംസും ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് പോർഷനാണ്. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാത്സിൻ്റെ ടോപ്പിക്ക് തീരും. ഓക്കെ, സോ നമുക്കിനി കുറച്ച് ഡെഫിനേഷൻസ് നോക്കാം. ഫസ്റ്റ് നോക്കി, മാക്സിമൽ ആൻഡ് മിനിമൽ എലമെൻറ്റ്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോസെറ്റ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം പഠിക്കുക, അതൊക്കെ പഠിച്ചിരുന്നാലേ നമുക്ക് മുമ്പോട്ടുള്ളതും മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് മാക്സിമൽ ആൻഡ് മിനിമൽ എലമെൻറ്റ്സ് എന്ന്. An element of a poset is called maximal if it is not less than any element of the poset. അതായത് പോസറ്റിനകത്ത് കുറച്ച് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ആൻ എലമെൻറ്റ് ഓഫ് എ പോസറ്റ് ഈസ് കോൾഡ് മാക്സിമൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ. അതായത് പോസറ്റിനകത്തെ ആ എലമെൻ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എലമെൻറ്റിനേക്കാളും ചെറുതാവാൻ പാടില്ല. അങ്ങനെയുള്ള എലമെൻറ്റിൻ്റെയാണ് എന്ത് പറയുന്നത്? മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, അതായത് നോക്കിക്കേ, ദാറ്റ് ഈസ് എ ഈസ് മാക്സിമൽ ഇൻ ദ പോസറ്റ്, പി poset s less than or equal to if there is no b in s such that a less than b. അതായത് ഒരു പോസറ്റിനകത്തുള്ള ഒരു എലമെൻറ്റ് എപ്പോഴാണ് മാക്സിമൽ ആവുന്നത്? ബാക്കിയുള്ള എലമെൻറ്റ്സിന് എടുത്തു കഴിയുമ്പോൾ അതെന്ന് പറയുന്നത് ലെസ് ആവാൻ പാടില്ല. അങ്ങനെ വരുന്ന കേസസിലെയാണ് നമുക്ക് ആ എലമെൻറ്റിന് എന്ത് പറയുന്നത്? മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ പോസറ്റിനകത്ത് എടുത്താൽ എന്താണ്? അവിടെ ഒരു ബി എലമെൻറ്റ് ഓഫ് എസ് ഉണ്ടാവാൻ പാടില്ല. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ? എ ലെസ് ദാൻ ബി എന്ന് പറയുന്ന ഒരു ബി എന്ന് പറയുന്ന എലമെൻറ്റ് ആ എസ് എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് ഒരു മാക്സിമൽ എലമെൻ്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെയാണ് മിനിമൽ എലമെൻറ്റിൻ്റെയും നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ആൻ എലമെൻറ്റ് ഓഫ് എ പോസറ്റ് ഈസ് കോൾഡ് മിനിമൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ എനി എലമെൻറ്റ് ഓഫ് ദ പോസറ്റ്. ഇവിടെ ലെസ് ദാൻ ആണ്, ഇവിടെ എന്താണ്? ഗ്രേറ്റർ ദാൻ ആവാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്ന ആ എലമെൻറ്റ് എന്ന് പറയുന്നത് മിനിമൽ ആണെന്ന് പറയാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് എ ഈസ് മിനിമൽ ഇഫ് ദർ ഇസ് നോ എലമെൻറ്റ് ബി ഇൻ എസ് സച്ച് ദാറ്റ് ബി ലെസ് ദാൻ എ. അങ്ങനെ ഒരു ബി എന്ത് ചെയ്യാൻ പാടില്ല? എസിനകത്ത് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് എലമെൻറ്റ് ഓഫ് ദ പോസറ്റ് 2, 4, 5 പോസറ്റ് ആണ്. പോസറ്റ് തന്നിട്ടുണ്ട്. 2, 4, 5, 10, 12, 20, 25 ഡിവൈഡ്സ്. ഇത് ഡിവൈഡ്സിൻ്റെ സിമ്പിളാണ് കേട്ടോ. ആർ മാക്സിമൽ ആൻഡ് വിച്ച് ആർ മിനിമൽ. ഇതിനകത്ത് മാക്സിമൽ ഏതാ മിനിമൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്? പോസറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ എന്ത് വരയ്ക്കണം? ആദ്യം ഒരു ഹേസ് ഡയഗ്രാം വരയ്ക്കണം. ഹേസ് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് നോക്കി ഹേസ് ഡയഗ്രാം വരയ്ക്കുക. അപ്പം നമുക്ക് ഹേസ് ഡയഗ്രാം ഏകദേശം ഇങ്ങനെ കിട്ടും. ഇത് ഹേസ് ഡയഗ്രാം എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം നിങ്ങളത് പഠിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് വരച്ച് നോക്കുക. ഓക്കെ, അപ്പം അങ്ങനെ വരയ്ക്കുമ്പം ഇതുപോലൊരു ഡയഗ്രാം കിട്ടും. ഇനി ഈ ഡയഗ്രാം നോക്കിയിട്ട് വേണം നമ്മൾ മാക്സിമൽ എലമെൻറ്റും മിനിമൽ എലമെൻറ്റും കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതിനകത്ത് ഇപ്പം മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പറായിട്ട് കിടക്കുന്ന എലമെൻറ്റ്. അതായത് നോക്കി 12, 20 ആൻഡ് 25. ഈ ഒരു ഹേസ് ഡയഗ്രാമിൽ മാക്സിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത് 12, 20 ആൻഡ് 25 ആണ്. ആൻഡ് മിനിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത് ലോവർ ഇതായിട്ട് കിടക്കുന്നത്, അതായത് 2ഉം 5ഉം. ഇതിൽ 2ഉം 5ഉം ആണ് മിനിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഹേസ് ഡയഗ്രാം ഡയറക്റ്റായിട്ട് വരച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഹേസ് ഡയഗ്രാം, അതായത് ലൂപ്സും ട്രാൻസിറ്റിവിറ്റി കണ്ടീഷനും ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണല്ലോ ഹേസ് ഡയഗ്രാം വരയ്ക്കുന്നത്. അങ്ങനെ വരച്ചിട്ട് വേണം നമുക്ക് ലാസ്റ്റ് ഇതുപോലെ ഒരു ഫിഗർ കിട്ടും. ഈ ഫിഗർ നോക്കിയിട്ട് അതിനകത്ത് നിന്ന് മാക്സിമൽ എലമെൻറ്റും മിനിമൽ എലമെൻറ്റും കണ്ടുപിടിക്കാം. സോ ഇതിനകത്ത് മാക്സിമൽ എലമെൻറ്റ് ഏതാണ്? 12, 20 ആൻഡ് 25. ആൻഡ് മിനിമൽ എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആൻഡ് 5. ഓക്കെ, സോ അപ്പം നമുക്ക് ഇങ്ങനെ രണ്ട് മാക്സിമൽ എലമെൻറ്റും മിനിമൽ എലമെൻറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു പോസറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ മാക്സിമൽ എലമെൻറ്റും മിനിമൽ എലമെൻറ്റും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലേ. ആ നോട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ പോസറ്റ് ക്യാൻ ഹാവ് more than one maximal element and more than one minimal element. ഓക്കെ, അതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കാം. സംടൈംസ്
there is an element in a poset that is greater than every other element. ബാക്കിയുള്ള എലമെൻസിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ട് ഒരു എലമെൻറ്റ് ആ പോസറ്റിനകത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള എലമെൻറ്റിനെ എന്താണ് പറയുന്നത്? ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് എന്നാണ് പറയുന്നത്. ആ പോസറ്റിനകത്ത് എലമെൻസിനെക്കാട്ടിലും ഗ്രേറ്റസ്റ്റ് ആയിട്ട് വലുതായിട്ട് ഒരു എലമെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു എലമെൻറ്റിനെ എന്ത് പറയും? ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് എ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ പോസറ്റ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഫോർ എവരി ബി ഇൻ എസ്. അങ്ങനെ ഒരു ബി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് എവിടെയാണ്? എ, അതായത് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് എലമെൻ്റ് ആണെന്ന് പറയാം. An element is called the least element if it is less than all the elements in the poset. ആ പോസറ്റ്സിനകത്തുള്ള എലമെൻസിനേക്കാളും ഏറ്റവും ചെറുതായിട്ടൊരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റിനെ നമ്മൾ എന്ത് പറയും? ലീസ്റ്റ് എലമെൻറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് എ ഈസ് ദ ലീസ്റ്റ് എലമെൻറ്റ് ഓഫ് പോസറ്റ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ എവറി ബി ഇൻ എസ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് ലീസ്റ്റ് എലമെൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ നോക്കി. ഇതിനകത്ത് പറയുന്നുണ്ട് ലീസ്റ്റ് എലമെൻറ്റും ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ഏതാണെന്ന്. ഡിറ്റർമിൻ വെദർ ദ പോസറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ ഈച്ച് ഓഫ് ദ ഹേസ് ഡയഗ്രാം ഷോൺ ബിലോ. ഹേസ് ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡയഗ്രാം നോക്കിയിട്ട് നമ്മൾ ഓരോ ഡയഗ്രാം നോക്കാം. അതിനകത്ത് ലീസ്റ്റ് എലമെൻറ്റും ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, so determine whether the posets represented by each of the Hayes diagram shown below have a greatest element and a least element. So first figure നോക്കാം. The least element of the poset with Hayes diagram A. Hayes diagram A നോക്കിക്കേ. ഈ ലീസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ലീസ്റ്റ് ലോവർ ബൗണ്ടിൽ ലോവർ ആയിട്ട് കിടക്കുന്ന എലമെന്റ് ഏതാണ്? എ അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇവിടെ കിടക്കുന്നത്. സോ എ എന്ന് പറയുന്നതാണ് അവിടെ ലീസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കി, ദിസ് പോസറ്റ് ഹാസ് നോ ഗ്രേറ്റസ്റ്റ് എലമെന്റ്. ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടോ? കാരണം നോക്കി മുകളിൽ കിടക്കുന്നത് നോക്കി ബി സി ഡി എന്ന് പറഞ്ഞ ഒരേ ലെവലിലാണ് കിടക്കുന്നത് ബി സി. സോ അവിടെ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നെക്സ്റ്റ് ഡയഗ്രാം നോക്കി, ദ പോസറ്റ് വിത്ത് ഹേസ് ഡയഗ്രാം ബി. ഹേസ് ഡയഗ്രാം ബി നോക്കിക്കേ. ഹാസ് നെയ്തർ എ ലീസ്റ്റ് നോർ എ ഗ്രേറ്റസ്റ്റ് എലമെന്റ്. ലീസ്റ്റ് എലമെന്റും ഇല്ല, ഗ്രേറ്റസ്റ്റ് എലമെന്റും ഇല്ല. കാരണം നോക്കിയാൽ എ ഇവിടെ ലോവർ ആയിട്ട് കിടക്കുന്ന എയും ബിയും അപ്പർ ഡിയും ഇയും ആണ്. സോ ഇതിനകത്ത് നമുക്ക് നോക്കിയിട്ട് ഏതാണ് ലീസ്റ്റ് ഏതാണ് അപ്പർ എന്ന് പറയാൻ, അല്ല ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. സോ ഇവിടെ എന്ത് പറയാം? ഈ ഡയഗ്രാമിനകത്ത് ഗ്രേറ്റസ്റ്റ് എലമെന്റും ലീസ്റ്റ് എലമെന്റും ഇല്ല എന്ന് തന്നെ പറയാം. നെക്സ്റ്റ്, ദ പോസറ്റ് വിത്ത് ഹിസ് ഡയഗ്രാം സി. ഈ ഡയഗ്രാം സി എന്ന് പറയുന്ന ഡയഗ്രാം നോക്കി, ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഡി ആണ്. ലീസ്റ്റ് എലമെന്റിനകത്ത് പറയാൻ പറ്റുമോ? ഇല്ല. സോ അവിടെ ലീസ്റ്റ് എലമെന്റ് ഇല്ല. നെക്സ്റ്റ് നോക്കിയാൽ ഇവിടെ ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്താണ്? ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഡിയും ലീസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എയും ആണ്. ഓക്കെ, അതായത് ഈ ഡി എന്ന് പറയുന്ന ഹേസ് ഡയഗ്രാമിനകത്ത് ലീസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എയും ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഡിയും ആണ്. സോ ഇങ്ങനെ ഒരു ഡയഗ്രാം ഹേസ് ഡയഗ്രാം തന്നാൽ അതിനകത്ത് നിന്ന് ലീസ്റ്റ് എലമെന്റും ഗ്രേറ്റസ്റ്റ് എലമെന്റും ഏതാ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. ഇതിനകത്ത് ലീസ്റ്റ് ആയിട്ട് കിടക്കുന്നതും ഗ്രേറ്റസ്റ്റ് ആയിട്ട് കിടക്കുന്നത് താഴെ മുകളിലോട്ട് കിടക്കുന്ന എലമെന്റ്സ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതിന് പറയാൻ പറ്റത്തില്ല. ഇതിലിപ്പോൾ ഏതാണ് ലീസ്റ്റ് നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവിടെ ലീസ്റ്റ് അല്ല ഐ മീൻ ഹയസ്റ്റ് അതായത് ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഇല്ലാന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കി. ലെറ്റ് എസ് ബി എ സെറ്റ്. ഡിറ്റർമിൻ വെദർ ദർ ഇസ് എ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ആൻഡ് എ ലീസ്റ്റ് എലമെന്റ് ഇൻ ദ പോസെറ്റ് പി ഓഫ് എസ് കോമ സബ്സെറ്റ്. അതായത് പി ഓഫ് എസ് സബ്സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോസറ്റിനകത്തെ ലീസ്റ്റ് എലമെന്റും ഗ്രേറ്റസ്റ്റ് എലമെന്റും ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് സൊല്യൂഷൻ നോക്കാം. ദ ലീസ്റ്റ് എലമെന്റ് ഈസ് ദ എംപ്റ്റി സെറ്റ് ബിക്കോസ്, അതായത് ഈ ഒരു പോസറ്റിനകത്ത് ലീസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റാണ്. കാരണം എന്താ? നമ്മളിപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഇതിനകത്തുണ്ടല്ലോ, ആ എസിന്റെ ഒരു സബ്സെറ്റ് ടി എടുക്കുക. ആ ടി എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് ഈ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും ആണല്ലോ. സോ ലീസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എംപ്റ്റി സെറ്റ് ആയിരിക്കും. അതെപ്പോഴും അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ദ സെറ്റ് എസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഇൻ ദിസ് പോസെറ്റ്. ഇനി ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്താണ്? ആ സെറ്റ് തന്നെ ആയിരിക്കുമല്ലോ അതിനകത്ത് ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ടി എന്ന് പറയുന്ന എസിന്റെ ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലുത് ഏതാണ്? എസ് ആണ്. സോ എസ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു എന്താണ്? ഗ്രേറ്റസ്റ്റ് എലമെന്റ് ആണ് ആ പോസറ്റിന്റെ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ദ ലീസ്റ്റ് എലമെന്റ് ഈസ് ദ എംപ്റ്റി സെറ്റ് ബിക്കോസ് ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് ടി. എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. സോ ഫൈ എന്ന് പറയുന്നതായിരിക്കും എന്ത്? ഫൈ എന്ന് പറയുന്നതായിരിക്കും ലീസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. ഇനി ദ സെറ്റ് എസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ഇൻ ദിസ് പോസെറ്റ് ബിക്കോസ് ടി ഈസ് സബ്സെറ്റ് ഓഫ് എസ് വെനെവർ ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഈസ് ദർ എ ഗ്രേറ്റസ്റ്റ് എലമെന്റ് ആൻഡ് എ ലീസ്റ്റ് എലമെന്റ് ഇൻ ദ പോസെറ്റ്
ഇസഡ്, അതായത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ. ഇസഡ് പ്ലസ് ഡിവൈഡ്സ്, ഇതിനകത്ത് ലീസ്റ്റ് എലമെൻറ്റും ഗ്രേറ്റസ്റ്റ് എലമെൻറ്റും ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ അത് സൊല്യൂഷൻ നോക്കിയേ. ദ ഇൻറ്റിജർ 1, അതായത് ഇസഡ് പ്ലസ് എന്ന് എടുത്തു കഴിയുമ്പോൾ അതിനകത്തെ ഏറ്റവും ലീസ്റ്റ് എലമെൻറ്റ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ദ ഇൻറ്റിജർ 1 ഈസ് ദ ലീസ്റ്റ് എലമെൻറ്റ്. എന്തുകൊണ്ടാണ് 1 എന്ന് പറയുന്നത് ലീസ്റ്റ് എലമെൻ്റ് ആണെന്ന് പറയുന്നത്? കാരണം 1 ഡിവൈഡ്സ് n വെനെവർ n ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. കാരണം 1 എന്ന് പറയുന്നത് എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 1 എന്ന് പറയുന്നത് ലീസ്റ്റ് എലമെൻ്റ് ആണെന്ന് പറയാം. Because there is no integer that is divisible by all positive integers. എല്ലാ പോസിറ്റീവ് ഇൻറ്റിജറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റിജർ ഇല്ല. അങ്ങനെ ഒരു ഇൻറ്റിജർ ഉണ്ടോ? നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഇൻറ്റിജർ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ അങ്ങനെ ഒരു ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ഇല്ല എന്ന് പറയാം. ഓക്കെ, സോ അത് വളരെ സിമ്പിൾ ആണല്ലോ. സോ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ് ലീസ്റ്റ് എലമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ഒരു നോട്ട് നോക്കാം നമുക്ക്. Sometimes it is possible to find an element that is greater than or equal to all the element in a subset A of a poset S less than or equal to. അതായത് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന പോസറ്റിൻ്റെ ഒരു സബ്സെറ്റാണ് എ. ആ എ എന്ന് പറയുന്ന ഒരു സബ്സെറ്റിനകത്തെ എലമെൻറ്റ്, ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സംടൈംസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് ആൻ എലമെൻറ്റ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എങ്ങനെയുള്ള എലമെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓൾ എലമെൻറ്റ്സ് ഇൻ എ സബ്സെറ്റ് എ. അതായത് എ എന്ന് പറയുന്ന സബ്സെറ്റിനകത്തെ എലമെൻറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, അതെ, നമ്മളൊരു പോസറ്റ് എടുക്കുക, എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന്. അതിനകത്ത് ഒരു സബ്സെറ്റ് എ. ആ എ എന്ന് പറയുന്ന സബ്സെറ്റിനകത്ത് ഉള്ള എലമെൻറ്റ്സ്, അങ്ങനെയുള്ള എലമെൻറ്റ്സിനെക്കാട്ടിലും എന്താണ് പറയുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരു എലമെൻറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള എലമെൻറ്റ് നമുക്ക് എവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. സംടൈംസ് it is possible to find an element that is greater than or equal to all the elements in a subset A. A എന്ന് പറയുന്ന സബ്സെറ്റിനകത്തുള്ള എലമെൻറ്റ്സിനെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇഫ് യു ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എസ്, അതായത് എസ് എന്ന് പറയുന്ന ഒരു സെറ്റിനകത്ത് എലമെൻറ്റ് എടുത്തു, എന്താണ് യു, സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു. അതായത് ഫോർ ഓൾ എലമെൻറ്റ്സ് എയിനെ, ഈ എ എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? ക്യാപിറ്റൽ എ എന്ന് പറയുന്ന എസിൻ്റെ സബ്സെറ്റിനകത്തുള്ള ഒരു എലമെൻ്റ് ആണ് എയും, ആൻഡ് യു എന്ന് പറയുന്നത് എസിനകത്തും ഉള്ളതാണ്. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. എങ്ങനെ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഫോർ ഓൾ എലമെൻറ്റ്സ് എ ഇൻ എ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? യു എന്ന് പറയുന്നത് ഈസ് കോൾഡ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ. സോ നമുക്ക് അങ്ങനെ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എലമെൻറ്റിനെ എന്ത് പറയാം? അപ്പർ ബൗണ്ട് എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ there may be an element less than or equal to all the elements in A. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ടുള്ള എലമെൻറ്റും അവിടെ ഉണ്ടായിരിക്കും. ഇഫ് എൽ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എസ്, ഇവിടെ യു എടുത്തു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇവിടെ എസിനകത്ത് നിന്ന് ഒരു എലമെൻറ്റ് യു എടുത്തു, അതുപോലെ ഇവിടെ എസിനകത്ത് ഒരു എലമെൻറ്റ് എൽ എടുത്തു. ഓക്കെ, ഇഫ് എൽ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എസ് സച്ച് ദാറ്റ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഫോർ ഓൾ എലമെൻറ്റ്സ് എയിനെ, ദെൻ എല്ലിനെ നമുക്ക് എന്ത് വിളിക്കാം? ലോവർ ബൗണ്ട് ഓഫ് എ എന്ന് വിളിക്കാം. ഓക്കെ, ഈ രണ്ട് ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, കാണാതെ പഠിക്കണം. സോ ഈ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും എങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലത്തിൽ കൂടെ നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ ലോവർ ആൻഡ് അപ്പർ. ഇപ്പോൾ ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, ആ ഡെഫിനിഷൻ പഠിക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ ലോവർ ആൻഡ് അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് 2, 3 ആൻഡ് 6, 8 ഇൻ ദ പോസെറ്റ് വിത്ത് ഹേസ് ഡയഗ്രാം. ഹേസ് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഹേസ് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ട്, 2, 3യും 6, 8ഉം. ഇതിൻ്റെ രണ്ടിൻ്റെയും അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ടു ഫൈൻഡ് ദ അപ്പർ ബൗണ്ട് ഓഫ് 2, അതായത് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് സെറ്റ് എടുക്കുക 2, 3. ഈ 2, 3ൻ്റെ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും കണ്ടുപിടിക്കണം. സോ ഇനി നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കുന്നു. സോ ടു ഫൈൻഡ് ദ അപ്പർ ബൗണ്ട് ഓഫ് 2, 3, ഫസ്റ്റ് ഫൈൻഡ് ദ അപ്പർ ബൗണ്ട് ഓഫ്, അതായത് ആദ്യം അപ്പർ ബൗണ്ട് ഓഫ് 2 കണ്ടുപിടിക്കുക, പിന്നെ അപ്പർ ബൗണ്ട് ഓഫ് 3 കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് വരുന്ന കോമൺ എലമെൻറ്റ് അതായിരിക്കും അപ്പർ ബൗണ്ട് ഓഫ് 2 and 3, സെറ്റ് 2, 3 എന്ന് പറയുന്നത്. സോ അപ്പർ ബൗണ്ട് ഓഫ് 2 എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പർ ബൗണ്ട് ഓഫ് 2 എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എലമെൻറ്റ് സക്സീഡിങ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ഗിവൺ സെറ്റ്. തന്നിരിക്കുന്ന സെറ്റിനകത്തുള്ള എലമെൻറ്റ്സിനേക്കാളും ഏറ്റവും സക്സീഡിങ് ആയിട്ട് വരുന്നത്, കൂടുതലായിട്ട് വരുന്ന എലമെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പർ ബൗണ്ടായിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ 2, അതായത് 2ൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് നോക്കി ഹേസ് ഡയഗ്രാം വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. 2ന്ന് 6 ഉണ്ട്, 6ന്ന് 12 ഉണ്ട്, പിന്നെ 2ന്ന് 4 ഉണ്ട്, 4ന്ന്
8 ഉണ്ട്. സോ ഏതൊക്കെയാണ് നമ്മുടെ 2 എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്? 2, 4, 6, 8 ആൻഡ് 12 എന്ന് പറയുന്നതാണ് നമ്മുടെ 2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ അപ്പർ ബൗണ്ട്. അതുപോലെ 3യുടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3 6, 6 12. സോ 3യുടെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 3 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പർ ബൗണ്ട് ഓഫ് 2 and 3 അല്ലേ? സോ 2ൻ്റെയും 3ൻ്റെയും അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഈ രണ്ട് സെറ്റിനകത്തെയും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ആണ് അപ്പർ ബൗണ്ട് ഓഫ് 2 and 3 എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? 6 ഉണ്ട് അല്ലേ, 12 ഉണ്ട്. സോ അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് 2, 3 എന്ന് പറയുന്നത് എന്താണ്? 6 and 12. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് അപ്പർ ബൗണ്ട് ഓഫ് 6 and 8 കണ്ടുപിടിക്കാം. സോ അപ്പർ ബൗണ്ട് ഓഫ് 6 and 8 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം അപ്പർ ബൗണ്ട് ഓഫ് 6 കണ്ടുപിടിക്കുക, പിന്നെ അപ്പർ ബൗണ്ട് ഓഫ് 8 കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ടിൻ്റെയും കോമൺ എലമെൻറ്റ്സ് കണ്ടുപിടിക്കുക. സോ അപ്പർ ബൗണ്ട് ഓഫ് 6 ഏതാണെന്ന് നോക്കിയാൽ അപ്പർ ബൗണ്ട് ഓഫ് 6 എന്ന് പറയുന്നത് 6 ഉണ്ട്, 12 ഉണ്ട്. അതുപോലെ തന്നെ അപ്പർ ബൗണ്ട് ഓഫ് 8 എന്ന് പറയുന്നത് എന്താ? 8 മാത്രമേ ഉള്ളൂ. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? കോമൺ ആയിട്ട് ഒന്നുമില്ലല്ലോ. സോ അപ്പർ ബൗണ്ട് ഓഫ് 6 and 8 എന്ന് പറയുന്നത് എന്താണ്? 5, നൾ സെറ്റാണ്, ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്കിനി ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാം. ലോവർ ബൗണ്ടും കണ്ടുപിടിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ലോവർ ബൗണ്ട് ഓഫ് 2 കണ്ടുപിടിക്കുക ആദ്യം, ലോവർ ബൗണ്ട് ഓഫ് 3 കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ടിനെ കോമൺ കണ്ടുപിടിക്കുക. സോ ഇവിടെ ലോവർ ബൗണ്ട് ഓഫ് സെറ്റ് 2 എന്ന് പറയുന്ന എലമെന്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ലോവർ എന്ന് പറയുമ്പോൾ പ്രിസീഡിംഗ് ആയിട്ട് വരുന്ന എലമെന്റ്സ് ആണ്. സോ ഇവിടെ 2ന്റെ പ്രിസീഡിംഗ് ആയിട്ട് വരുന്ന എലമെന്റ്സ് ഏതാണ്? 2ഉം ഈ 1ഉം. അത് മാത്രമേ പ്രിസീഡിംഗ് ആയിട്ട് വരുന്നുള്ളൂ. സോ 2 എന്ന് പറയുന്ന എലമെന്റിന്റെ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 2ഉം 1ഉം. അതുപോലെ 3യുടെ ഏതാണ്? 3ഉം 1ഉം. ഇനി രണ്ടിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ഏതാണ്? 1. സോ ലോവർ ബൗണ്ട് ഓഫ് 2 and 3 എന്ന് പറയുന്നത് എന്താണ്? 1. അതുപോലെ തന്നെ 6, 8 എന്ന് പറയുന്ന സെറ്റിന്റെ ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാൻ ആദ്യം ലോവർ ബൗണ്ട് ഓഫ് 6. 6ന്റെ ലോവർ ബൗണ്ട് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 6, 2, 3, 1. ഓക്കെ. ആൻഡ് 8ൻ്റെയോ? 8ൻ്റെ ഏതൊക്കെയാണ്? 8, 4, 2, 1. സോ 6ൻ്റെയും 8ൻ്റെയും ലോവർ ബൗണ്ട് കിട്ടി. ഇനി രണ്ടിനകത്തുനിന്നും കോമൺ വരുന്ന എലമെന്റ്സ് ഏതാണ്? 2 ഉണ്ട്, 1 ഉണ്ട് അല്ലേ? സോ ലോവർ ബൗണ്ട് ഓഫ് 6 and 8 എന്ന് പറയുന്നത് 2ഉം 1ഉം. സോ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഹേസ് ഡയഗ്രാം വെച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ ഞാൻ കുറച്ച് ഫിഗേഴ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഫിഗേഴ്സ് നോട്ട് ചെയ്യാം. ഓക്കെ. ഈ ഫിഗേഴ്സ് 3 ഫിഗേഴ്സ് ഉണ്ട്. ഈ 3 ഫിഗേഴ്സിനകത്തും ഞാൻ ഇവിടെ സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗറിന്റെ സെറ്റ് BE, സെക്കൻഡ് BEG ആൻഡ് തേർഡ് BT. സോ അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട് ഓഫ് ഈ സെറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ടാണ് ഞാൻ ഇതിൽ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ ഇത് കൂടെ ചേർത്ത് വേണം എഴുതാൻ. ഇതും ഇതിന്റെ ആൻസറും കൂടെ ചേർത്ത് വേണം എഴുതാൻ. സോ ഫസ്റ്റ് ഫിഗറിൽ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ഈ സെറ്റിന്റെ കണ്ടുപിടിക്കുക, സെക്കൻഡ് ഫിഗറിലും കണ്ടുപിടിക്കുക, തേർഡ് ഫിഗറിലും കണ്ടുപിടിക്കുക. ഓക്കെ. നമ്മൾ മുമ്പേ ചെയ്ത പോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിനകത്ത് ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നോക്കി അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും കണ്ടുപിടിക്കാം. ഓക്കെ. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കാം. ദ എലമെന്റ് എക്സ് ഈസ് കോൾഡ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെഫിനിഷൻ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്താണ്? ദ എലമെന്റ് എക്സ് ഈസ് കോൾഡ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് ദ സബ്സെറ്റ് എ. എന്ന് പറയുന്ന സബ്സെറ്റിനകത്തെ എന്താണ്? എ എന്ന് പറയുന്ന സബ്സെറ്റിനകത്ത് എക്സിനെ എപ്പോഴാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്? ഇഫ് എക്സ് ഈസ് ആൻ അപ്പർ ബൗണ്ട് ദാറ്റ് ഈസ് ലെസ് ദാൻ എവറി അതർ അപ്പർ ബൗണ്ട്സ് ഓഫ് എ. എക്കകത്തെ ബാക്കി എല്ലാ അപ്പർ ബൗണ്ട്സിനെക്കാട്ടിലും എന്താണ് എക്സ് എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് എന്താ? ലെസ് ദാൻ ആണ്. ദാറ്റ് ഈസ് ഇഫ് എക്സ് ഈസ് ആൻ അപ്പർ ബൗണ്ട് ദാറ്റ് ഈസ് ലെസ് ദാൻ എവറി അതർ അപ്പർ ബൗണ്ട് ഓഫ് എ. എക്കകത്തുള്ള ബാക്കിയുള്ള അപ്പർ ബൗണ്ടിനെക്കാട്ടിലും ചെറുതാണ് എന്ത്? എക്സ് എന്ന് പറയുന്ന ഒരു അപ്പർ ബൗണ്ട് എങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? എക്സിനെ എന്ത് പറയാം? ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയാം. അതുപോലെ ദ എലമെന്റ് വൈ ഈസ് കോൾഡ് ദ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. എപ്പോഴാണ് എലമെന്റ് വൈ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്? ഇഫ് വൈ ഈസ് എ ലോവർ ബൗണ്ട് ഓഫ് എ ആൻഡ് z less than or equal to y whenever z is lower bound of a. So ഈ രണ്ട് ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡെഫിനിഷൻ ആണ്. സോ ഗ്രേറ്റസ്റ്റ് അപ്പർ ബൗണ്ടും ലീസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഈ രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ എന്താണ് പഠിച്ചിരിക്കണം. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് എന്താണ് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും എന്താണെന്ന് ഇപ്പം പറഞ്ഞുതരാം. ഓക്കെ. നേരത്തെ നമ്മൾ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഒരു എക്സാമ്പിൾ വെച്ച് കണ്ടുപിടിച്ചില്ലേ? അതിനകത്ത് വെച്ച് നമുക്ക് എന്താണ് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ. സോ നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം നോക്കി. ഇതിനകത്ത് അപ്പർ ബൗണ്ട് ഓഫ് 2, 3 കണ്ടുപിടിച്ചു,
അപ്പർ ബൗണ്ട് ഓഫ് 6ഉം 8ഉം കണ്ടുപിടിച്ചു. സോ ഇത് നോക്കി, അപ്പർ ബൗണ്ട് ഓഫ് 2, 3 എന്ന് പറയുന്നത് എന്താണ്? 6ഉം 12ഉം. സോ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടിയ സെറ്റിനകത്തെ ലീസ്റ്റ് എലമെന്റ് എന്താണ്? 6. സോ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 6. ആൻഡ് ഇവിടെയോ ഈ സെറ്റിനകത്ത് 6, 8 എന്ന് പറയുന്ന സെറ്റിനകത്ത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്താണ്? ഒന്നുമില്ല, കാരണം 5 ആണ്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 5. നെക്സ്റ്റ് ലോവർ ബൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സെറ്റ് 2, 3യുടെയും സെറ്റ് 6, 8ന്റെയും ലോവർ ബൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ലോവർ ബൗണ്ട് ഓഫ് 2, 3 എന്ന് പറയുന്നത് എന്താണ്? 1. സോ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു എലമെന്റേ ഉള്ളൂ. സോ 1 ആണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഇനി ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് ഈ സെറ്റിന്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇതിനകത്തെ ഗ്രേറ്റസ്റ്റ് എലമെന്റ് വിച്ച് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, സോ ഇങ്ങനെയാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഡെഫിനിഷൻ ലാറ്റിസ്. എന്താണ് ലാറ്റിസ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. എ partially ordered set in which every pair of element has both a least upper bound and a greatest lower bound is called a lattice. അതായത് എന്താണ്? എവറി പെയർ ഓഫ് എലമെന്റ്, എല്ലാ പെയർ ഓഫ് എലമെന്റിനകത്തും ഹാസ് ബോത്ത് ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ പാർഷ്യലി ഓർഡേർഡ് സെറ്റിന് നമുക്ക് എന്ത് പറയാം? ഒരു ലാറ്റിസ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Determine whether the posets represented by each of the Hayes diagram shown below are lattice. അതായത് ഓരോ ഹേസ് ഡയഗ്രാംസ്, 3 ഹേസ് ഡയഗ്രാംസ് തന്നിട്ടുണ്ട്. ഈ ഓരോന്നും ലാറ്റിസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും രണ്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇതിനകത്ത് 3 ഡയഗ്രാം, ഹേസ് ഡയഗ്രാം തന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച പോലെ തന്നെ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും കണ്ടുപിടിക്കുക. അതിനകത്ത് നിന്ന് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും കണ്ടുപിടിക്കുക. എന്നിട്ട് ഏത് ഫിഗറിനാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും രണ്ടും ഉള്ളത്, ആ ഫിഗറായിരിക്കും ലാറ്റിസ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് ഞാൻ അസൈൻമെന്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. തന്നെ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടിയില്ല, അതായത് ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ നോക്കണം. അതായത് ഒറ്റ തവണ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇട്ടേച്ച് പോകരുത്. വീണ്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കുറച്ച് മുമ്പ് ഒരു പ്രോബ്ലത്തിൽ കാണിച്ചു തന്നു. അതേപോലെ തന്നെ കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഹേസ് ഡയഗ്രാം തന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പോസറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന പോസറ്റ്സ് വെച്ച് നിങ്ങളൊരു ഹേസ് ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് അതിന് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടോ എന്ന് നോക്കുക. രണ്ടും ഉണ്ടെങ്കിൽ അത് ലാറ്റിസ് ആണ്. സോ ഇത് നിങ്ങൾ ഹേസ് ഡയഗ്രാം വരച്ച് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡിറ്റർമിൻ വെദർ പി ഓഫ് എസ് സബ്സെറ്റ്, ഒരു പോസറ്റ് തന്നിട്ടുണ്ട്. പി ഓഫ് എസ് സബ്സെറ്റ് ഈസ് എ ലാറ്റിസ് വെർ എസ് ഇസ് എ സെറ്റ്. ഈ ഒരു പോസറ്റ് എന്ന് പറയുന്നത് ലാറ്റിസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഉണ്ടോ നോക്കുക. നോക്കിക്കേ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ലെറ്റ് എ ആൻഡ് ബി ബി 2 സബ്സെറ്റ്സ് ഓഫ് എസ്. എസ് എന്ന് പറയുന്ന സെറ്റിനകത്ത് 2 സബ്സെറ്റുകൾ എടുത്തു, എയും ബിയും. ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എസ് എന്ന് പറയുന്ന സബ്സെറ്റിനകത്ത് 2 സെറ്റുകൾ, എസ് എന്ന് പറയുന്ന സെറ്റിനകത്ത് 2 സബ്സെറ്റുകൾ നമ്മളെടുത്തു, എയും ബിയും. അതിനകത്ത് അപ്പോൾ എസിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നതും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും ആയിരിക്കും. ഓക്കെ, ദെർഫോർ പി എന്താണ്? ദെർഫോർ അവിടെ 2 ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ്? എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും. സോ അങ്ങനെ 2 ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് പറയാം? പി ഓഫ് എസ് സബ്സെറ്റ് എന്ന് പറയുന്ന ഒരു ലാറ്റിസ് ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് ഡെഫിനേഷൻ നോക്കിയാൽ a sublattice of a lattice L is a subset S subset of L such that if AB element of S, A intersection B is an element of S and A union B is an element of S. എന്താണ് സബ്ലാറ്റിസ് എന്ന് പറയുന്നത്? സബ്ലാറ്റിസ് എന്ന് പറയുന്നത് എന്താ? L എന്ന് പറയുന്ന ലാറ്റിസിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. സച്ച് ദാറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എങ്ങനെ? എസിനകത്ത് 2 എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബിയും എ യൂണിയൻ ബിയും എവിടെ ഉണ്ടായിരിക്കണം? എസിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ദ ഫോളോയിങ് റൂൾസ് ആർ കോൾഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇനി അതിന്റെ 2 റൂൾസ് ആണ് നമ്മൾ. അതായത് ലാറ്റിസിന്റെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അതാണ് ഇവിടെ L5 L6 എന്ന് എഴുതിയിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോസിന്റെ ലാറ്റിസിന്റെ 2 ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് അതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. ലാറ്റിസിന്റെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താണ്? എക്സ് ഇന്റർസെക്ഷൻ
വൈ യൂണിയൻ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇന്റർസെക്ഷൻ വൈ യൂണിയൻ എക്സ് ഇന്റർസെക്ഷൻ ഇസഡ്. ഇനി സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എക്സ് യൂണിയൻ വൈ ഇന്റർസെക്ഷൻ ഇസഡ് എന്ന് പറയുന്നത് എക്സ് യൂണിയൻ വൈ ഇന്റർസെക്ഷൻ എക്സ് യൂണിയൻ ഇസഡ്. സോ ഇതാണ് ലാറ്റിസിന്റെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, രണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. സോ ഇത് നമ്മൾ ഓർത്തിരിക്കാം. നെക്സ്റ്റ് ഡെഫിനിഷൻ എന്താ? ലെറ്റ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എനി പോസെറ്റ്, ലെറ്റ് എ ബി element of P, the least upper bound of AB is called the join. least upper bound, അതായത് P ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് പറഞ്ഞ് പോസെറ്റ് എടുത്തു, അതിനകത്ത് രണ്ട് എലമെന്റ് എന്താണ്? എയും ബിയും രണ്ട് എലമെന്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് എ ബിയുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നതിന് എന്ത് വിളിക്കുന്നു? ജോയിൻ എന്ന് വിളിക്കുന്നു. അതായത് യൂണിയൻ സിമ്പിൾ, അതിനെ നമ്മൾ ജോയിൻ എന്ന് വിളിക്കുന്നു. ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഈസ് കോൾഡ് ദ മീറ്റ്. ഇന്റർസെക്ഷനെ മീറ്റും ജോയിൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഈ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു തിയറം നോക്കിയേ. ഇൻ എനി പോസെറ്റ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇഫ് ദ മീറ്റ്സ് ആൻഡ് ജോയിൻസ് എക്സിസ്റ്റ്. മീറ്റ്സും ജോയിൻസും, അതായത് യൂണിയനും ഇന്റർസെക്ഷനും, അതായത് അപ്പർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റൂൾസ് ഫോർ എക്സ് വൈ സെഡ് എലമെന്റ് ഓഫ് പി. അങ്ങനെ മീറ്റും ജോയിനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫോളോയിങ് റൂൾസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏതാണ് ഫസ്റ്റ് റൂൾ നോക്കി? എക്സ് ഇന്റർസെക്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ എവരി ആൻഡ് എക്സ് യൂണിയൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി ലോ ആണ്. അതുപോലെ കമ്മ്യൂട്ടേറ്റീവ് ലോ ഉണ്ട്, അസോസിയേറ്റീവ് ലോ ഉണ്ട്. അങ്ങനെ ഓരോ ലോസും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് എന്താണ്? സെക്കൻഡ് റൂൾ എന്താണ്? എക്സ് ഇന്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു വൈ ഇന്റർസെക്ഷൻ എക്സ് ആൻഡ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു വൈ യൂണിയൻ എക്സ്. തേർഡ് റൂള് എക്സ് ഇന്റർസെക്ഷൻ വൈ ഇന്റർസെക്ഷൻ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇന്റർസെക്ഷൻ വൈ ഇന്റർസെക്ഷൻ ഇസഡ് ആൻഡ് ഇന്റർസെക്ഷൻ അല്ല കേട്ടോ, മീറ്റ് ജോയിൻ എന്ന് വേണം നിങ്ങൾ പറയാൻ. ഞാനിപ്പോൾ ഫ്ലോയിൽ പറഞ്ഞു പോയപ്പോൾ ഇന്റർസെക്ഷൻ യൂണിയൻ ആയി പോയതാണ്. ഓക്കെ, ആൻഡ് എക്സ് ജോയിൻ വൈ ജോയിൻ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ജോയിൻ വൈ ജോയിൻ ഇസഡ്. ഓക്കെ, ആൻഡ് ഫോർത്ത് റൂൾ എന്താണ്? എക്സ് മീറ്റ് എക്സ് ജോയിൻ വൈ ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് എക്സ് ജോയിൻ എക്സ് മീറ്റ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, ഈ ഇത്രയും 4 റൂൾസ്, ഈ റൂൾസിന്റെ കൂടെ വരുന്ന റൂൾസ് ആണ് ഇതും. സോ ഇത്രയും റൂൾസ്, അതായത് ഈ 5 റൂൾസും നിങ്ങൾ ഓർത്തു വെക്കാം. നെക്സ്റ്റ് ഡെഫിനിഷൻ എന്താണ്? എ ലാറ്റിസ് ഈസ് കോൾഡ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ഇഫ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ L5 ആൻഡ് L6, അതായത് ഈ രണ്ട് ലോസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലാറ്റിസിനെ എന്ത് പറയും? ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്ന് പറയും. ഈ രണ്ട് ലാറ്റിസിന്റെ ഈ രണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് തിയറം. ഇൻ എനി ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് A meet X is equal to A meet Y and A join X is equal to A join Y together imply X is equal to Y. Okay, so നമുക്ക് എന്താണ് തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഈ രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ദീസ് ടു കണ്ടീഷൻ ടുഗദർ ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ നമ്മൾ ആദ്യം എന്തെടുത്തു? വി നോട്ട് ദാറ്റ് യൂസിങ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നോക്കി, ആദ്യം എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നല്ല പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ എക്സ് എടുത്തു. എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് യൂണിയൻ എക്സ് ഇന്റർസെക്ഷൻ, അതായത് എക്സ് ജോയിൻ എക്സ് മീറ്റ് എ ഇസ് ഈക്വൽ ടു എക്സ് ജോയിൻ വൈ മീറ്റ് എ. അങ്ങനെ, അതായത് ഈ എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ, എക്സ് ജോയിൻ എക്സ് മീറ്റ് എ എന്ന് എഴുതാലോ എക്സിനെ, which is equal to, ഇതിനെ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ജോയിൻ വൈ മീറ്റ് എന്നും എഴുതാം. കാരണം എന്താ? നമുക്ക് ഇവിടെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, എ മീറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ മീറ്റ് വൈ. സോ ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എങ്ങനെ എഴുതിയത്? എക്സ് മീറ്റ് എക്സ് ജോയിൻ എക്സ് മീറ്റ് എ നമ്മൾ എങ്ങനെ എഴുതി? ഈ എക്സ് മീറ്റ് എനെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ മീറ്റ് എ. ഈ എക്സ് മീറ്റ് എക്ക് പകരം വൈ മീറ്റ് എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. സോ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു, എക്സിനെ നമുക്ക് എക്സ് ജോയിൻ എക്സ് മീറ്റ് എ എന്ന് എഴുതി കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യണം? ഇത് വെച്ച് റീപ്ലേസ് ചെയ്യുക, അതായത് വൈ മീറ്റ് എ വെച്ച് റീപ്ലേസ് ചെയ്തു. സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ജോയിൻ വൈ മീറ്റ് എ എന്നെഴുതാം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് എക്സ് ജോയിൻ വൈ മീറ്റ് എക്സ് ജോയിൻ എ എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഈ കണ്ടീഷൻ വെച്ചിട്ട് ഇതിനെ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം? വൈ ജോയിൻ എക്സ് മീറ്റ് വൈ ജോയിൻ എ എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു വൈ ജോയിൻ എക്സ് മീറ്റ് വൈ ജോയിൻ എ എന്ന് പറയുന്നത് എന്താണ്? വൈ ജോയിൻ എക്സ് മീറ്റ് എ. ഓക്കെ, നിങ്ങളത് നോട്ടിലേക്ക് എഴുതുമ്പം മനസ്സിലാക്കി എഴുതുക, അപ്പം മനസ്സിലാവും. ഓക്കെ, ഇത് കമ്മ്യൂട്ടേറ്റീവ് ലോ വെച്ചും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചുമാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു വൈ ജോയിൻ എക്സ് മീറ്റ് എ വിച്ച് ഇസ് ഈക്വൽ ടു, ഈ എക്സ് മീറ്റ് എ വെച്ച് നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്തു? നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് വൈ ജോയിൻ വൈ മീറ്റ് എന്ന് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു വൈ ജോയിൻ
വൈ മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കിയാൽ എന്താണ് ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്നാണ് നെക്സ്റ്റ് ഡെഫിനിഷൻ പറയുന്നത്. എ ടോട്ടൽ ഓർഡറിംഗ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എന്താണ് ടോട്ടൽ ഓർഡറിംഗ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഓർഡറിംഗിന്റെ ഡെഫിനേഷൻ എന്താണെന്നൊക്കെ പാർഷ്യൽ ഓർഡറിംഗിന്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞു എന്താണ് ടോട്ടൽ ഓർഡറിംഗ് എന്ന്. അത് നിങ്ങൾ മറിച്ച് നോക്കുക. ഓക്കെ, എ ടോട്ടൽ ഓർഡറിംഗ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് സെഡ് ടു ബി കോമ്പാറ്റിബിൾ വിത്ത് ദ പാർഷ്യൽ ഓർഡറിംഗ് ആർ. എപ്പോഴാണ് ടോട്ടൽ ഓർഡറിംഗ് കോമ്പാറ്റിബിൾ ആവുന്നത്? if a less than or equal to b whenever a is related to b. a is related to b ആകുമ്പോൾ എന്താണ്? a less than or equal to b എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ആ ടോട്ടൽ ഓർഡറിംഗ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് കോമ്പാറ്റിബിൾ ആണെന്ന് പറയാം. ഓക്കെ, കൺസ്ട്രക്ടിങ് എ കോമ്പാറ്റിബിൾ ടോട്ടൽ ഓർഡറിംഗ് ഫ്രം എ പാർഷ്യൽ ഓർഡറിംഗ്. ഒരു പാർഷ്യൽ ഓർഡറിംഗിൽ നിന്ന് എന്താണ് ഒരു കോമ്പാറ്റിബിൾ ടോട്ടൽ ഓർഡറിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയുന്നു? ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് പറയും. ഓക്കെ, എന്താണ് ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ? കൺസ്ട്രക്ടിങ് എ കോമ്പാറ്റിബിൾ ടോട്ടൽ ഓർഡറിംഗ് ഫ്രം എ പാർഷ്യൽ ഓർഡറിംഗ് ഈസ് കോൾഡ് എ ടോപ്പോളജിക്കൽ സോർട്ടിംഗ്. നെക്സ്റ്റ് ഒരു ലെമ്മ നോക്കി. എവറി ഫൈനൈറ്റ് നോൺ എംപ്റ്റി പോസെറ്റ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന്. ഈ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പോസെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് നോൺ എംപ്റ്റി പോസെറ്റ് ആണ്. എവറി ഫൈനൈറ്റ് നോൺ എംപ്റ്റി പോസെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാസ് അറ്റ്ലീസ്റ്റ് വൺ മിനിമൽ എലമെന്റ്. ഒരു മിനിമൽ എലമെന്റ് എങ്കിലും അതിന് ഉണ്ട് എന്നാണ് ലെമ്മ പറയുന്നത്. സോ അതിന്റെ പ്രൂഫ് എന്താണെന്ന് നോക്കാം. ചൂസ്. എന്താണ് മിനിമൽ എലമെന്റിന്റെ ഡെഫിനിഷൻ എന്നൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ചൂസ് ആൻ എലമെന്റ് എ നോട്ട് ഓഫ് എസ്. പ്രൂഫ് പറയണേ. ചൂസ് ആൻ എലമെന്റ് എ നോട്ട് ഓഫ് എസ്. എസ് എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒരു എലമെന്റ് നമ്മൾ എന്തെടുത്തു? എ നോട്ട് എന്ന് പറഞ്ഞെടുത്തു. ഇഫ് എ നോട്ട് ഈസ് നോട്ട് മിനിമൽ. എ നോട്ട് മിനിമൽ അല്ലെങ്കിൽ എന്താണ്? മിനിമലിന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം എ നോട്ട് മിനിമൽ അല്ലെങ്കിൽ അവിടെ ഒരു എലമെന്റ് A1 എക്സിസ്റ്റ് ചെയ്യും വിത്ത് A1 ലെസ് ദാൻ എ നോട്ട്. എന്നാലല്ലേ എ നോട്ട് മിനിമൽ ആവാതിരിക്കുള്ളൂ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലമെന്റ് A1 അവിടെ എക്സിസ്റ്റ് ചെയ്യും. എപ്പോ? എ നോട്ട് എന്ന് പറയുന്നത് മിനിമൽ അല്ലെങ്കിൽ. ഇനി നെക്സ്റ്റ് നോക്കി. ഇഫ് A1 ഈസ് നോട്ട് എലമെന്റ്. നമ്മളൊരു എലമെന്റ് A1 ഉണ്ടെന്ന് എടുത്തല്ലോ. ഇനി ഈ A1 എന്ന് പറയുന്നത് ഈസ് നോട്ട് മിനിമൽ. A1 മിനിമൽ ആവത്തില്ല. എപ്പോ? ദർ ഈസ് ആൻ എലമെന്റ് A2 വിത്ത് A2 ലെസ് ദാൻ A1. അതുപോലെ തന്നെ അവിടെ A2 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് വിത്ത് ഏത് കണ്ടീഷൻ? A2 ലെസ് ദാൻ A1 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന A2 എന്ന് പറയുന്ന എലമെന്റ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? A1 മിനിമൽ അല്ല എന്ന് പറയാം. ഓക്കെ, കണ്ടിന്യൂയിങ് ദിസ് പ്രൊസീജിയർ. ഇതുപോലെ നമ്മൾ ഓരോ എലമെന്റ് എടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോൾ എന്താണ്? A2 മിനിമൽ അല്ലെങ്കിൽ അവിടെ ഒരു എലമെന്റ് A3 ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് A3 ലെസ് ദാൻ A2 എന്ന് വരും. അതുപോലെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. ലാസ്റ്റ് നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാം? കണ്ടിന്യൂ ദിസ് പ്രോസസ് so that if an is not minimal, there is an element an plus 1 with an plus 1 less than an. Okay, an minimal അല്ലെങ്കിൽ അവിടെ ഒരു എലമെന്റ് an plus 1 ഉണ്ടായിരിക്കും with an plus 1 less than an, because there are only a finite number elements ഉള്ളെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. every finite നോൺ എംപ്റ്റി പോസെറ്റ് ആണ് പറയുന്നുണ്ട്. സോ ബിക്കോസ് there are only a finite number of elements in the പോസറ്റിനകത്ത് only finite number of elements ഉള്ളൂ. This process must end with a minimal an. So ഇതിന് an കൂടുതൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളൂ എവിടെ? പോസിറ്റിനകത്ത്. സോ ദിസ് പ്രോസസ് മസ്റ്റ് എൻഡ് വിത്ത് എ മിനിമൽ എലമെന്റ് an. സോ an ആണ് അവിടുത്തെ മിനിമൽ എലമെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? എവറി ഫൈനൈറ്റ് നോൺ എംപ്റ്റി പോസെറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ മിനിമൽ എലമെന്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Find a compatible total ordering for the പോസെറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് എ കോമ്പാറ്റിബിൾ ടോട്ടൽ ഓർഡറിംഗ് ഓഫ് ദ പോസെറ്റ് 1, 2, 4, 5, 12, 20 ഡിവൈഡ്സ്. പോസെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കോമ്പാറ്റിബിൾ ടോട്ടൽ ഓർഡറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സൊല്യൂഷൻ നോക്കി. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ചൂസ് എ മിനിമൽ എലമെന്റ്. തന്നിരിക്കുന്ന പോസറ്റിനകത്ത് നിന്ന് ഒരു മിനിമൽ എലമെന്റ് എടുക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ദിസ് മസ്റ്റ് ബി 1. ഇതിനകത്ത് എന്താണ്? ഈ പോസറ്റിനകത്ത് മിനിമൽ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. because it is the only minimal element. Okay, ഇനി നെക്സ്റ്റ് സെലക്ട് എ മിനിമൽ എലമെന്റ് ഓഫ്. സോ ഫസ്റ്റ് നമ്മൾ എന്താണ്? ഒരു മിനിമൽ എലമെന്റ് നമ്മൾ സെലക്ട് ചെയ്തു, അത് മാറ്റി. ഇനി ആ മിനിമൽ എലമെന്റിനെ മാറ്റിക്കൊണ്ട് അടുത്ത എത്രയുണ്ട്? 2, 4, 5, 12, 20. ഇനി ഈ സെറ്റിനകത്തെ മിനിമൽ എലമെന്റ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് മിനിമൽ എലമെന്റ് കണ്ടുപിടിക്കുന്നത്? ചുമ്മാ കണ്ടുപിടിച്ചാൽ പോരാ. ഇതുപോലെ നോക്കി, ഈ പോസെറ്റിന്റെ ഹേസ് ഡയഗ്രാം ആണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതിനകത്ത് മിനിമൽ എലമെന്റ് ഏതാണ്?
1 ആണ്. ഇനി നെക്സ്റ്റ് ആ 1നെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ബാക്കി പോസിറ്റുകളുടെ ഹേസ് ഡയഗ്രാം വരയ്ക്കാം. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് 2 മിനിമൽ എലമെൻ്റ് ഉണ്ട്. സോ നമ്മൾ 2 എണ്ണം ഉള്ളതുകൊണ്ട് ആദ്യം നമ്മൾ 5 ചൂസ് ചെയ്തു. ഓക്കെ, ഇനി ആ 5നെ മാറ്റിക്കൊണ്ട്, അതായത് ഈ 5നെ മാറ്റിക്കൊണ്ട് അടുത്ത സെറ്റിനകത്തെ ഹേസ് ഡയഗ്രാം നമ്മൾ വരച്ചു. എന്നിട്ട് അതിനകത്തെ മിനിമൽ എലമെന്റ് എടുത്തു. അതിനകത്തെ മിനിമൽ എലമെന്റ് ഇവിടെ ഏതാണ്? 2 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ദ ഓൺലി മിനിമൽ എലമെന്റ് അറ്റ് ദ സ്റ്റേജ് ഇസ് 2. ഇതിനകത്ത് 2 ആണ് മിനിമൽ എലമെന്റ്. നെക്സ്റ്റ് 4 ഇസ് ചോസൺ ബിക്കോസ് ഇറ്റ് ഇസ് ദ ഓൺലി മിനിമൽ എലമെന്റ് ഓഫ്, ഇനി അടുത്ത ഈ സെറ്റിനകത്തെ, അതായത് 2നെ എടുത്തല്ലോ മിനിമൽ എലമെന്റ് ആയിട്ട്, 2നെ മാറ്റി. ഇനി നെക്സ്റ്റ് സെറ്റിനകത്ത് ഈ സെറ്റിന്റെ ഹേസ് ഡയഗ്രാം വരയ്ക്കുക. അതിനകത്ത് മിനിമൽ എലമെന്റ് ഏതാണ്? 4 ആണ്. സോ ആ 4 നമ്മൾ എടുത്തു. ഇനി നെക്സ്റ്റ് ഇനി എത്ര എണ്ണം ഉണ്ട്? 12ഉം 20 മാത്രമേ ഉള്ളൂ. സോ ബിക്കോസ് ബോത്ത് 12 and 20 ആർ മിനിമൽ എലമെന്റ്സ് ഓഫ് 12 and 20 either can be chosen next. സോ നമുക്ക് 12ഉം 20 മാത്രമേ ഉള്ളത് കൊണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും എന്ത് മിനിമൽ എലമെന്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് 20 ആണ്. ഏത് വേണേലും ചൂസ് ചെയ്യാം, 20യോ 12ഓ ഏത് വേണേലും ചൂസ് ചെയ്യാം. ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഏതാണ്? 20 ആണ്. സോ അതെടുത്തു. ഇനി ഏതാണ്? ഇനി ഒരെണ്ണമേ ഉള്ളൂ ആ സെറ്റിനകത്ത് 12 എന്ന് പറയുന്നത്. വി സെലക്ട് 20 വിച്ച് ലീവ്സ് 12 ആസ് ദ ലീസ്റ്റ് എലമെന്റ് ലെഫ്റ്റ്. സോ ഏതാണ്? 12 അടുത്തുള്ളത്. സോ മിനിമൽ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ് നെക്സ്റ്റിനകത്ത്? അത് 12 തന്നെയാണ്. സോ ദിസ് പ്രൊഡ്യൂസസ് ദ ടോട്ടൽ ഓർഡറിങ്. സോ നമുക്ക് ഈ കിട്ടിയതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ലെസ് ദാൻ 5 ലെസ് ദാൻ 2 ലെസ് ദാൻ 4 ലെസ് ദാൻ 20 ലെസ് ദാൻ 12. സോ നമ്മുടെ ടോട്ടൽ ഓർഡറിങ് എന്ന് പറയുന്നത് എന്താണ്? 1 ലെസ് ദാൻ 5 ലെസ് ദാൻ 2 ലെസ് ദാൻ 4 ലെസ് ദാൻ 20 ലെസ് ദാൻ 12. ഓക്കെ, സോ നമുക്ക് കോമ്പാറ്റിബിൾ ടോട്ടൽ ഓർഡറിങ് ഒരു പോസെറ്റ് തന്നു കഴിഞ്ഞാൽ കോമ്പാറ്റിബിൾ ടോട്ടൽ ഓർഡറിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ പോസെറ്റിന്റെ ഓരോ ഹേസ് ഡയഗ്രാംസും വരച്ച് അതായത് ഓരോന്നും വരച്ച്, അതായത് ഇപ്പം ഇത് വരച്ചെങ്കിൽ ഇതിനകത്തെ മിനിമൽ എലമെന്റ് ഏതാണ്? ഡെഫിനറ്റ്ലി 1 ആണ്. ആ 1 നമ്മൾ എടുത്തു. അതായത് ഇതിന്റെ ഹേസ് ഡയഗ്രാം വരയ്ക്കാം. ഈ ഒരു പോസെറ്റിന്റെ ഹേസ് ഡയഗ്രാമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ഹേസ് ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ മിനിമൽ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, ഇനി ആ 1നെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സെറ്റ്, അതായത് 2 4 5 12 20 ഇതിന്റെ ഹേസ് ഡയഗ്രാം വരയ്ക്കാം. ഇതിന്റെ ഹേസ് ഡയഗ്രാം വരച്ചിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഈ ഒരു ഡയഗ്രാം കിട്ടും. ഈ ഡയഗ്രാമിനകത്ത് നോക്കിയാൽ 2 ലീസ്റ്റ് മിനിമൽ എലമെന്റ് ഉണ്ട്. 2 മിനിമൽ എലമെന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തു, 5. അതിനെ നമ്മൾ എഴുതി. ഇനി അടുത്ത സെറ്റ് വരയ്ക്കുമ്പോൾ ആ 5 ഇല്ലാത്ത സെറ്റ് വെച്ച് ഹേസ് ഡയഗ്രാം വരയ്ക്കാം. അങ്ങനെ ഓരോന്നും വരച്ച് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? ടോട്ടൽ ഓർഡറിങ് കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ നമ്മുടെ എന്താണ് മാത്സിൻ്റെ പോർഷൻസ് എല്ലാം ഓൾമോസ്റ്റ് കവേർഡ് ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാം നോട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. ഞാനൊരു ഡേറ്റ് പറയും. ആ ഡേറ്റിൽ നിങ്ങൾ മാത്സിൻ്റെ ഫുൾ, അതായത് ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് ലാസ്റ്റ് വരെ 4th വരെയുള്ള ഞാനിപ്പോൾ പഠിപ്പിച്ച് നിർത്തിയ വരെയുള്ളതെല്ലാം പഠിക്കണം. നോട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് എഴുതണം. ഞാനൊരു ഡേറ്റ് പറയും, അന്നേരം നിങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് കുറേ അസൈൻമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, ഞാൻ ചെയ്യുന്ന വീഡിയോ എടുത്ത് ഇട്ടുതരാം. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീർന്നു. നമ്മുടെ മാത്സിൻ്റെ പോർഷൻസും കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.